പ്രിയപ്പെട്ടവരെ നമസ്കാരം. സരിതയും ജഗ്ഗും കട്ടിലുമിരിക്കുകയാണ്. കാരണമുണ്ട്. ചേട്ടനാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈഗ്രെയിനെ കുറിച്ചിട്ടാണ്. മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദന ഉള്ളവർ, ആ തലവേദന കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ പേരുണ്ട്. അതുപോലെ ടോൺസിലൈറ്റിസും, അതിന് രണ്ടിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഈ സാധനം എനിക്ക് വന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഒരു ദിവസം കണ്ണിന് പെട്ടെന്ന് മൂടൽ വന്നു. ഒരു കണ്ണിന് മൂടൽ വന്നു. എൻ്റെ മൂടൽ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ കണ്ണിൻ്റെ മൂടൽ വെച്ചെങ്കിൽ ഈ ഭാഗത്ത് തലവേദന തുടങ്ങി. വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിങ്ങലും, അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഛർദി തുടങ്ങി. അങ്ങനെ അന്നത്തെ ദിവസം മുഴുവൻ തലവേദനയായിട്ട് കിടപ്പരും. തലവേദനയുടെ ഗുളിക കഴിച്ചു എന്നിട്ടൊന്നും മാറിയില്ല കേട്ടാ. അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നു. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോൾ പേടിയായി. ഇത് എന്തുട്ടാണാവോ വിചാരിച്ചു. ഇങ്ങനെ കണ്ണിന് മൂടലൊക്കെ വന്നപ്പോഴേ കണ്ണിന് എന്തുട്ടാണാവോ വരണേ വെച്ചിട്ട് അച്ഛൻ എന്നെയും കൊണ്ട് മിഷൻ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ മത്തായി എന്ന് പറഞ്ഞിട്ട് കണ്ണ് ഡോക്ടറുണ്ട്, അങ്ങോട്ട് പോയി. ഡോക്ടർ ഈ ലക്ഷണം കേട്ട വശം പറഞ്ഞു, ഇതാണ് മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദന. കുറേ ടൈപ്പ് ഉണ്ട്. മൈഗ്രെയിൻ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. അതിലത്തെ ക്ലാസിക് മൈഗ്രെയിനാണ്, അങ്ങനെ എന്തോ ആണ്, അല്ല ക്ലാസ് സാധനമാണ്. അങ്ങനെ ആ തലവേദന വന്നപ്പോൾ ഡോക്ടർ എനിക്ക് 2 തരം ഗുളികയ്ക്കിരുന്നു. വാസോഗ്രെയിൻ, മെഫ്തൽഫോർട്ട്, ഇത് രണ്ടും. ഈ ലക്ഷണം വരില്ലേ, കണ്ണിന് മൂടൽ വരുന്ന ഈ ലക്ഷണം വന്നാൽ അപ്പം തന്നെ ഈ 2 ഗുളി എടുത്ത് കഴിക്കണം. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴതിന് കയ്യിൽ ഈ 2 തരം ടാബ്ലറ്റും ഉണ്ടായിരിക്കണം. മെഫ്തൽഫോർട്ട് പെയിൻ കില്ലറാണ്, വേദനയുടെ മരുന്നാണ്. ഈ വാസോഗ്രെയിൻ എന്ന് പറയുന്നത് മറ്റേ ഞരമ്പിനെ അങ്ങനെ ഇതാക്കാനായിട്ട്, അങ്ങനെയാണ് എനിക്ക് ശ്രീദേവി ഡോക്ടർ പറഞ്ഞത്. അതായത് തലയിലേക്ക് കറക്റ്റ് ബ്ലഡ് എത്താൻ എങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴാണല്ലോ ഈ തലവേദന വരുന്നത്. അങ്ങനെ ആ 2 തരം ഗുളിക പിന്നെ ഞാൻ എപ്പോഴും കയ്യിൽ വയ്ക്കും. അതിനുശേഷം എനിക്കൊരു 4-5 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ലക്ഷണം കാണുമ്പോൾ ഈ 2 തരം ഗുളികയും കഴിക്കും, പിന്നെ ഇത് വരില്ല. അങ്ങനെ ഒരു 4-5 വട്ടമൊക്കെ കഴിച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ എനിക്ക് ആദ്യമായിട്ട് ഒരു കഴിഞ്ഞ കൊല്ലം എനിക്ക് ഈ കണ്ണിൻ്റെ മൂടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വര പോലെയാണ്. കറുപ്പ് വെള്ള വരകളാണ് നിറച്ച് വര. ഞാൻ നോക്കണോടത്തൊക്കെ കറുപ്പ് വെള്ള വര, ഒരു സൈഡിൽ മാത്രം. ഇതെനിക്ക് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, അയ്യോ ഇത് കുറേ കൊല്ലം മുന്നേ എനിക്ക് ഇതുപോലെ തന്നെ വന്നിട്ടുണ്ടല്ലോ. അതെന്നെ മാറിപ്പോയി, അതാവില്ല വെച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തലവേദന തുടങ്ങി. പക്ഷേ ഈ ഗുളികയുടെ പേര് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ചേട്ടൻ വാങ്ങിച്ചോണമെന്ന് തന്നു. പക്ഷെ അപ്പോഴത്തേക്കും തലവേദന തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ചേട്ടൻ വാങ്ങിക്കാൻ പോയത്. അപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം മുഴുവൻ ഛർദിയും തലവേദന തന്നെയായിരുന്നു. പിന്നെ അത് വാങ്ങി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 1 മാസം കഴിഞ്ഞിട്ടാണ് വന്നേ. പിന്നെ അത് ആഴ്ചയിൽ വന്നു. പിന്നെ അത് ഒന്നരാടം വരാൻ തുടങ്ങി. അപ്പോൾ എനിക്കറിയാം നമ്മുടെ ജഗ്ഗുവിന് ഈ മറ്റേ മൂക്കിലെ അഡിനോയിഡായിട്ട് നമ്മുടെ SBMൽ പോയപ്പോൾ അന്ന് ഈ മൈഗ്രെയിൻ്റെ മരുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാ. അപ്പോൾ ശ്രീദേവി ഡോക്ടറുടെ കയ്യിൽ ഇതിൻ്റെ മരുന്നുണ്ടെന്നൊക്കെ എനിക്ക് അറിയണതാണ്. പക്ഷെ എന്നിട്ടും ഈ ഇംഗ്ലീഷ് മരുന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഡോക്ടറോട് പറഞ്ഞ് ഞാൻ അവിടെ പോയിട്ട് മൈഗ്രെയിനോൾ വാങ്ങി. അങ്ങനെ മൈഗ്രെയിനോൾ വാങ്ങിയിട്ട് അത് വാങ്ങണതിനേക്കാളും മുമ്പ് എന്നിട്ടുണ്ടായെന്നറിയോ, അത് വാങ്ങിക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് വന്നു ഈ സാധനം. ഇവനൊരു ദിവസം അല്ലഞ്ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ അല്ലഞ്ചേട്ടൻ്റെ മോനുണ്ട്, അമലും, പിന്നെ ആരുണ്ടായിരുന്നേ, നിങ്ങൾ 2 മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ജോവിനും കൂടിയിട്ട് ഫുട്ബോൾ കളിക്കായിരുന്നു. അപ്പോൾ ഫുട്ബോൾ അടിക്കുമ്പോൾ അമലുവിൻ്റെ കാലുമ്പല്ല അടി കിട്ടിയേ. അവിടെ അത് അത്യാവശ്യം നല്ല ചവിട്ടായിരുന്നു. ആ വീണേൻ്റെ ഒപ്പം തന്നെ ജഗ്ഗുവിൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. എന്നിട്ട് എണീക്കാൻ പറ്റല്ലേ, വേദനയൊക്കെ ആയിരുന്നു. കാല് കുറച്ചേരം ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ വെച്ചിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായ ഇവൻ വന്നിട്ട് തലവേദന എന്നിട്ടാണ് വന്നേ. ഭയങ്കര തലവേദന എന്ന് പറഞ്ഞു, സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് അവിടെ ഇങ്ങനെ ഉണ്ടായി വീണു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് അവൻ്റെ ചവിട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞു അമലുവിൻ്റെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ തലവേദന മാറില്ല. തലവേദനയുടെ ഗുളിക കൊടുത്തു ഞാൻ. പക്ഷെ പിന്നെ ഇവന് ഛർദ്ദിയും തുടങ്ങി. പിന്നെയാണ് ഇവൻ എന്നോട് പറയണേ, അമൽ ചേട്ടൻ്റെ ചവിട്ട് കിട്ടിയ സമയത്ത് എൻ്റെ കണ്ണ് ബ്ലറായി അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കണ്ണ് ബ്ലറായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത് മറ്റേ സാധനമാണോ എന്ന് വിചാരിച്ചു. അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ തന്നെ വന്നു. അത് ഇങ്ങനെ കണ്ണിന് മൂടൽ വന്നു, പിന്നെ തലവേദന. അപ്പോഴത്തേക്കും ഞാൻ ഈ ഗുളിക കൊടുത്തു. അപ്പോൾ ഞാൻ ഇവനും കൂടി വന്നാൽ എനിക്കും വരുന്നുണ്ട്, ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ അവിടെ SBMൽ പോയിട്ട് മൈഗ്രെയിനോൾ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ 2 പേരും അന്ന് കഴിഞ്ഞ ഈ കൊല്ലം ജനുവരിയിലാണ് അവസാനമായിട്ട് വന്നത്. ആ ജനുവരിയിലാണ് ചെയ്തത്.
ഇതേതേ കൊല്ലം 2024 ആഹാ 2024 ജനുവരി മാസത്തിലാണ് ഞങ്ങൾ ഒരാഴ്ച ആ മരുന്ന് വെച്ചു. മരുന്ന് ഇങ്ങനെ നെറുകയിൽ വെക്കുക. പിന്നെ ഇവിടെ 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 ഇല്ല, ഇവിടെ ഇല്ലല്ലോ. പിന്നെ ചെവിയുടെ പിന്നിൽ 2 വിരലിന് തള്ളവിരലിൻ്റെ ചുറ്റും കാലിൻ്റെ തള്ളവിരലിന് ചുറ്റായിട്ട് അത് എണ്ണയ്ക്ക് മസാജ് ചെയ്യുക. അത് എപ്പോഴാണെന്നറിയോ? പുലർച്ചെ ചെയ്യണം. പുലർച്ചെ സൂര്യൻ ഉദിക്കണതിന് മുന്നേ ചെയ്തിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയണം. ഈ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കഴുകണ സമയത്തും സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവരുത്. അതായത് അതിനേക്കാളും ഇപ്പോൾ മുന്നേ ചെയ്യണം എന്നർത്ഥം. ഈ സാധനം തലയിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും വെയിലത്തേക്ക് ഇറങ്ങരുത്. സൂര്യപ്രകാശം നേരിട്ട് തലയിലേക്ക് അടിക്കാനൊന്നും പാടില്ല. അതിന് മുന്നേ നമ്മൾ കഴുകണം. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച ചെയ്തു. അതിനുശേഷം എനിക്കിതുവരെ വന്നിട്ടില്ല. അപ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് ധൈര്യമായിട്ട് ഇനി ആളുകളോട് ചെയ്യാം. കാരണം എനിക്ക് ഒന്നരാടെന്ന് പറയണ പോലെ വരാൻ തുടങ്ങിയ സമയത്താണ് ഞാനിത് ചെയ്തത്. പിന്നെ എനിക്ക് വന്നിട്ടില്ല, ഇവനും വന്നില്ല. ഇവനും അതങ്ങനെ പിന്നെ വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിന് വീഡിയോ ചെയ്തു. ഈ മൈഗ്രീനോളിനെ കുറിച്ചിട്ടും ടോൺസിലോളിനെ കുറിച്ചിട്ടുള്ള അവരുടെ ടോൺസിലോൾ അതുപോലെ ഉപയോഗിച്ചിട്ട് മാറിയിട്ടുള്ള ആളുടെ അനുഭവമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അത് ഉണ്ടാക്കണ വിധമൊക്കെ കാണിച്ചുകൊണ്ട് ഫാക്ടറിയിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്തു കേട്ടാ, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വീഡിയോ ചെയ്തിട്ട് പക്ഷേ ഇത് ഇൻട്രോ ഇതുപോലെ ഞങ്ങളിങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച അന്ന് ജഗ്ഗുവിന് വീണ്ടും വന്നു. കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ ആഴ്ചയാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചിട്ട് വന്നിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ഫോൺ വന്നേക്കണു. കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പിന്നെ കണ്ണ് മൂടലായിട്ട് സൈക്കിൾ ചവിട്ടി ഇങ്ങോട്ട് വരാനൊന്നും പറ്റുള്ളൂ. അത്രയ്ക്കും കണ്ണിന് മൂടലായി, റോഡൊന്നും കാണാനില്ല, കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ചേട്ടൻ പോയി കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവന് വീണ്ടും വന്നിട്ട് പിന്നെ നമ്മൾ ഈ വീഡിയോ ഇവൻ്റെ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ഞാൻ ഡോക്ടർക്ക് വിളിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ വളരുന്ന പ്രായത്തിൽ ഹോർമോൺ ചേഞ്ച് വരുന്ന പ്രായത്തിലുള്ള കുട്ടികൾ, മെനോപോസ് ഉള്ള സ്ത്രീകൾ, ഗർഭിണികൾ, അങ്ങനെയൊക്കെയുള്ളവർക്ക്, അതായത് ഹോർമോൺ ചേഞ്ചുകളൊക്കെ കുറേ ശരീരത്തിൽ നടക്കണ ഒരു സമയമില്ലേ, അങ്ങനെയുള്ളവർക്ക് ഇത് വീണ്ടും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവർക്കും വരണമെന്നില്ല, പക്ഷേ ഇവനപ്പോൾ ഇത് ആയതുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ വന്നാൽ 21 ദിവസം ഇതന്നെ ഈ സെയിം മരുന്നിന് 21 ദിവസം നമ്മളിത് ചെയ്ത പോലെ ചെയ്യും വേണം. ഹോസ്പിറ്റലിൽ വന്നിട്ട് നഴ്സിങ് ചെയ്യും വേണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ എന്നിട്ട് വീണ്ടും അത് കഴിഞ്ഞ ഞായറാഴ്ച സ്റ്റാർട്ട് ചെയ്തു. ഇവന് ഈ മരുന്ന് വീണ്ടും ഇപ്പോൾ വെക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് നഴ്സിങ് ചെയ്തു. അപ്പോൾ ഇനി അവിടെ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോണ ഈ വീഡിയോ. അപ്പോൾ ഈ മരുന്ന് എൻ്റെ ചെപ്പ് ഇതാണ് കേട്ടോ. ഇതാണ് മരുന്നിൻ്റെ ആ കുപ്പി. അപ്പോൾ ഇതിൽ ഈ ഓയിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നെറുകയിൽ ഇപ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ 6 മണിക്ക് ആക്കി കഴിഞ്ഞാൽ ഒരു 6:20 കുളിക്കാം. അപ്പോഴേക്കും എന്തായാലും സൂര്യൻ ഉദിച്ച് നല്ല വെയിലാവില്ല. 6:20 കുളിക്കാം ഇപ്പോൾ. അപ്പോൾ നെറുകയിൽ 3 തുള്ളി ആക്കണം. അപ്പം നെറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവരും കോമൺ ആയിട്ട് ഇങ്ങനെ ഇവിടെയാണ് നെറുക എന്ന് വിചാരിക്കും. എല്ലാവരുടെയും അവിടെ ആവാം. പക്ഷേ ശരിക്കും ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്നെ കയ്യില്ലേ, ആ കൈ നമ്മൾ തള്ളവിരൽ ഇങ്ങനെ മൂക്കിൻ്റെ ഇവിടെ വെക്കണം. മൂക്കിൻ്റെ തുമ്പത്ത് വെച്ചിട്ട് ഈ നടുവിരൽ എവിടേക്കാണോ എത്തണേ അവിടെയാണ് നമ്മുടെ നെറുകാന്ന്. എൻ്റെ കണ്ടത് ഇവിടേക്ക് എത്തണമല്ലോ. അപ്പം എൻ്റെ നെറുക ഇവിടെയാണ് അപ്പം ഞാനാക്കേണ്ടത്. ഒരുമാതിരി പേർക്ക് ഇപ്പോൾ ചേട്ടനൊക്കെ ഇത് ഇവിടേക്ക് എത്തുന്നുണ്ട്. ഞാൻ ഒരുമാതിരി കണ്ടിട്ടുള്ളവർക്കൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇവിടേക്ക് എത്തണമല്ലോ. അപ്പോൾ ഈശ്വരൻ നമ്മളെ ഓരോരുത്തരെയും കറക്റ്റാണ്. നമ്മുടെ കയ്യിൻ്റെ ഇതില്ലേ, തള്ളവിരൽ ഇങ്ങനെ മുട്ടിച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ എവിടേക്ക് എത്തണേ അതാണെന്ന് അവരവരുടെ നെറുക. അപ്പം അങ്ങനെ നിങ്ങൾ വെച്ച് നോക്കിയിട്ട് അവിടെ വേണം ഈ മരുന്ന് ആക്കാണ്ട. നീ വെച്ചേ എവിടേക്ക് കിട്ടിയേ? നിനക്ക് അവിടേക്ക് എത്തിയില്ലേ? ചെക്കുൻ്റെ മുടി വെട്ടാറായിട്ടാ, തുള്ളി വരുന്നുണ്ട്. ഇതിങ്ങനെ പെട്ടെന്നൊന്നും മരുന്ന് ഇങ്ങനെ വീഴില്ല കേട്ടാ. ഒരു തുള്ളി കാലത്ത് അതിരാവിലെ ഒരു പണിയാണ്, കുഴപ്പമില്ല. നമുക്ക് ആശുപത്രിയിലൊക്കെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഡോക്ടർമാർ പറയുമ്പോൾ എത്ര മണിക്ക് വേണമെങ്കിൽ കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യും. ഒരു തുള്ളി ഇല്ല കണ്ണാട വെച്ചിട്ടില്ല അല്ലേ? വെച്ചിട്ടുണ്ട്. 3 തുള്ളി വേണു. 3 തുള്ളി ഞാൻ കണ്ണാട ഒന്ന് നോക്കട്ടെ. കണ്ണാടനെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതൊന്ന് വെറുതെ നമ്മുടെ വിരലിൻ്റെ തുമ്പുകൊണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. കണ്ട 3 തുള്ളി ആകുമ്പോൾ ഒരു വളരെ കുറച്ചേ വരണുള്ളൂ. കണ്ട ഇതായി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കയ്യിലേക്ക് എടുക്കുക. കയ്യിലേക്ക് കിട്ടും.
എന്നിട്ടത് നെറ്റിയുടെ 2 സൈഡ് പിന്നെ ഇവിടെ ചെവിയുടെ ബാക്കിൽ ചെവിയുടെ ബാക്കിലാക്കാം. പിന്നെ 2 കൈയിൻ്റെയും തള്ള വിരലിൻ്റെയും നഖത്തിൻ്റെ ഇപ്പുറത്തായിട്ട് ഇവിടെ ജഗ്ഗു തന്നെ കൈ കൊണ്ട് 2 കൈ ഇങ്ങനെ മസാജ് പോലെ ചെയ്തോട്ടെ. 2 തള്ള വിരലും അങ്ങനെ ചെയ്തോ. പിന്നെ കാലിൻ്റെ തള്ള വിരലിൻ്റെ ഈ നഖല്ലേ, നഖത്തിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നഖത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ആക്കാം. അന്ന് ഞാൻ അങ്ങനെ ആക്കിയത്. ഇനി മഞ്ഞ സമയത്ത് കുളിക്കണം. ഇനി 20 മിനിറ്റ് കഴിയുമ്പോൾ കുളിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതാക്കി കഴിഞ്ഞ് പോയി കിടന്നുറങ്ങും. പിന്നെ 20 മിനിറ്റ് ആകുമ്പോൾ പിന്നെ വിളിച്ച് വെള്ളം വേണം. ഇപ്പം ചൂടാക്കണം വെള്ളം വേണ്ടേ? അതെ. പിന്നെ ഇന്നലെ നീ നേരത്തെ വിളിച്ചപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കാം. കഴിഞ്ഞ പ്രാവശ്യം അല്ല, നീ ഇന്നലെ നേരത്തെ പോകാൻ വേണ്ടിയിട്ട് SPC പോകാൻ വേണ്ടിയിട്ട് കുളിച്ചപ്പോൾ ചൂടുവെള്ളത്തിലാണല്ലോ കുളിച്ചത്. ഇത് എനിക്കും ആക്കണുണ്ട് കേട്ടാ, ഞാനും ആക്കണുണ്ട്. അത് ഡോക്ടർ പറഞ്ഞേ എന്നോട് ആക്കിക്കോന്ന് പറഞ്ഞു. ഒരാഴ്ചയൊക്കെ വേണമെങ്കിൽ നമ്മളുടെ മൈഗ്രെയിൻ മാറി നമുക്ക് പിന്നെ വരുന്നില്ലെങ്കിലും നെറുകയിൽ നമുക്ക് അതിങ്ങനെ ഇടയ്ക്കൊക്കെ കുറേ എന്തായാലും ഈ മരുന്നിൽ ബാക്കിയുണ്ടാവും. ഇത് കുറച്ച് ദിവസമെല്ലാം ആക്കണ്ടോ. പിന്നെ ഇതിലെങ്ങനെയായാലും ഈ തുള്ളികൾ വല്ല എടുക്കണമല്ലോ, മരുന്ന് ബാക്കിയുണ്ടാവും. അപ്പോൾ ആ മരുന്ന് സർദി ആയാലും അത് ഇടയ്ക്ക് കുളിക്കുമ്പോൾ ഇങ്ങനെ നെറുകയിൽ മാത്രമാക്കിയാലും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആക്കിയിട്ട് കുളിച്ചോ എന്ന് പറഞ്ഞു. നമുക്ക് അതല്ലാണ്ട് തന്നെ തലവേദനകൾ ഉണ്ടാവില്ലേ, മൈഗ്രെയിൻ അല്ലാണ്ട് നമുക്ക് എനിക്ക് വെയിൽ കുറച്ചധികം കൊണ്ട് കഴിഞ്ഞാൽ തല ഭയങ്കര വിങ്ങൽ വരും, കുറച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തലവേദന വരും, അങ്ങനെയൊക്കെ വരില്ലേ. അപ്പം അങ്ങനെ വരണ സാധാരണ തലവേദനകളെല്ലാതും ഇതുകൊണ്ട് മാറിപ്പോക്കോളും. അപ്പം എൻ്റെ അടുത്ത് ആക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും ഇതാക്കുന്നുണ്ട്, ആക്കി തന്നെ ചേട്ടൻ. എന്താ ശരിക്കും തലവേദന എന്ന് പറഞ്ഞ ഇങ്ങനത്തെ തലവേദനയില്ലേ? അവളെ എനിക്കൊരു തലവേദനയെന്ന് പറയുന്നത് അത് മാറിപ്പോവോ? ഓഹോ, ഞാൻ ചേട്ടനൊരു തലവേദനയാണ് ഞാൻ അറിഞ്ഞത്. എന്നോടതൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. തലവേദന പിടിച്ച് അതിന് മരുന്ന് പറ്റുമോ? തലവേദനയുടെ മൂല കാരണം എന്താണ് എന്ന് കണ്ടെത്തി അതിനെ മാറ്റണം, എന്നാൽ ആ തലവേദന മാറുള്ളൂ. അല്ലാണ്ട് ഇതുകൊണ്ട് മാറില്ല അങ്ങനത്തെ തലവേദന. ഇത് ചെയ്യുമ്പോൾ എത്ര ദിവസം ആക്കേണ്ടത്? ഇത് 21 ദിവസം ആക്കണം. 21 ദിവസം 21 ദിവസം ആക്കണം. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് 1 വട്ടാണോ 2 വട്ടാണോ എന്നറിയില്ല നഴ്സിംഗ് ചെയ്യണം. അപ്പം ഇന്ന് ഞങ്ങൾ നഴ്സിംഗ് ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം ഞായറാഴ്ച ദിവസം മാത്രമേ പോകാൻ പറ്റുള്ളൂ. ബാക്കി ഒറ്റ ദിവസം ജഗ്ഗുവിന് പൊഴിവില്ല. കാലത്ത് നേരത്തെ ട്യൂഷനുണ്ട്, സ്കൂളിൽ പോയി വന്നിട്ടും ട്യൂഷനുണ്ട്. ക്രിസ്മസ് എക്സാം വരയ്ക്ക് അത് കാരണം കൊണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചവരെ SPC ഉണ്ട്, ഉച്ച തൊട്ട് ട്യൂഷനുണ്ട്. അപ്പോൾ ശനിയാഴ്ചയും പറ്റില്ല. ഞായറാഴ്ചയാണ് ഞങ്ങൾ പോണേ. അപ്പം ഇനി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കും. അതെ, ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ പരട്ടിയിട്ട് നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങി നടക്കരുത്. വെയിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ തലയിൽ അടിക്കരുത്. ആ വെയിൽ ഉദിക്കണേലും മുന്നായിട്ട് തന്നെ നമ്മൾ കുളിക്കണം. 20 മിനിറ്റ് നിൽക്കും വേണം. അപ്പോൾ അതിനനുസരിച്ച് ഒരു സമയം കണക്കാക്കി നമ്മൾ എഴുന്നേറ്റ് ഇതാക്കി 20 മിനിറ്റ് കഴിഞ്ഞ് കുളിക്കുക. ഞാൻ സരിതേരെ തലയിലാക്കാൻ പോവാണ്. മൂക്കൊണ്ട് പിടിക്കും. അല്ല, മൂക്കൊണ്ടല്ല, ഇതാണ് സരിതേരെ നിറയിട്ടാ. കണ്ണാടൊക്കെ ആയിരുന്നില്ല ചേട്ടാ. നടിന്ന് വേണ്ട, ഇത് വരുന്നുള്ളോട്ട് തുള്ളി അതിനെങ്ങാണ്ട് പിടിച്ചോളാം. 1 വീണു, 2 വീണു, 3 വീണു. ഈ ഭയങ്കര തലവേദനയായിരുന്നു. നിനക്ക് ഒരു 5-10 തുള്ളി വേണം. നേരത്തെ പറഞ്ഞില്ലേ ഈ തലവേദന എങ്ങനെ മാറ്റം? അവളെനിക്കൊരു തലവേദനയാണെന്ന് അറിയാം. എനിക്ക് ഞാൻ അങ്ങനെ പറയും, അവൾ എനിക്ക് തലവേദനയാണെന്നും ഞാൻ വെറുതെ പറഞ്ഞത്.
ഇതൊക്കെ ചേട്ടൻ പറയണം. ഇനിയിപ്പോൾ ഞാൻ കയ്യിലാക്കി തരാം. കയ്യിലാക്കിക്കോ. എനിക്ക് നെറുകയിൽ മാത്രം ആക്കിയാലും മതി, എനിക്ക് മൈഗ്രെയിൻ ഇല്ലല്ലോ. വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം, ഇവിടേക്ക് ആക്കാം. വെച്ചോ, ഇതിലാക്കിക്കോ. ഇതിപ്പോൾ ഒരു കുപ്പി വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ ഉണ്ട്, അത് ചേച്ചി തോന്നിയ പോലെ ആക്കണ്ട. ബാക്കിയുള്ള കുപ്പി അവിടെ ഇരുന്നോട്ടെ. നമുക്ക് വേറെ നമ്മുടെ പരിചയത്തിൽ ബന്ധുക്കളിലെ ഫ്രണ്ട്സിനൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അവരാക്കിക്കോട്ടെ. പിന്നെ നമ്മളത് ബാക്കിയുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ വെക്കുക. വീണ്ടും വരുമോ എന്ന് പറയാൻ പറ്റില്ല. ഇതിന് നല്ല മണം. ടോൺസിനോളിൻ്റെയാണ് മണം സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ജഗുവിന് നസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതേ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. SBMൻ്റെ അയ്യന്തോളുള്ള ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മൈഗ്രെയിനോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് വരാറില്ല 90% ആളുകൾക്കും. വീണ്ടും വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് നസ്യം ചെയ്യാൻ പറയും. അതിപ്പോ നമ്മുടെ ഇവിടേക്ക് തന്നെ വരണമെന്നില്ല, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നസ്യം ചെയ്താലും മതി. ഒരു 7 ദിവസം നസ്യം ചെയ്താൽ പിന്നെ നമുക്ക് ദിവസേന വീട്ടിൽ തന്നെ ചെയ്യാം. ഇതിപ്പോ എല്ലാ ദിവസവും ഇനി വരില്ലേ? ഒരു 7 ദിവസം വേണ്ട, ഇപ്പൊ ഇന്ന് കാണിച്ചു തരുമല്ലോ, അപ്പൊ ഇനി വീട്ടിൽ ചെയ്യാം അല്ലേ? 2 ഡ്രോപ്പ് വെച്ചിട്ട് ചെയ്താൽ മതി. വീട്ടിൽ ഒരു 7 ദിവസത്തേക്ക് ചെയ്യാം. പിന്നെ മൈഗ്രെയിനോൾ ഉപയോഗിച്ചോണ്ടിരിക്കാം. ഇത് ചെയ്യാണ് കേട്ടാ. എന്നിട്ട് സംഭവം എനിക്കറിയില്ല. ആദ്യം ഓയിലിടും, സെയിം ഓയിൽ തന്നെ. ഇനി ആവി പിടിക്കാനാ പോണേ അല്ലേ? സാധാരണ വെളിച്ചെണ്ണ വെച്ചിട്ടാണോ മസാജ് ചെയ്തത്? വെർജിൻ കോക്കനട്ട് ഓയിൽ വേണം. ഇതിന് മുകളിലേക്ക് കയറി കിടക്കാം. കയറി കിടന്നു, നല്ലത്. ഇനി മരുന്ന് മൂക്കിലേക്കാണല്ലേ ഒറ്റ പിഴിക്കുക. ഇനി മൂക്കിലേക്ക് അണുതൈലം എന്ന് പറഞ്ഞ ഒരു തൈലാണ് കേട്ടാ, ഒറ്റ പിഴിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ ഫസ്റ്റ് ഡേ മാത്രമല്ല ഇവിടെ ചെയ്യണുള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഇന്ന് രാവിലെ ചെയ്യുമ്പോൾ 2 തുള്ളി വീതം ഒഴിച്ചാൽ മതി. ഇന്ന് പോയിട്ട് ഫാനിന്റെ ചുവട്ടിൽ കിടക്കുക, AC-ൽ കിടക്കുക ഒന്നും ചെയ്യരുത് കേട്ടാ. നല്ല തണുപ്പ് കാറ്റടിച്ച് പോവാ, അതൊന്നും ചെയ്യരുത് കേട്ടാ. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കണ്ണംകുളങ്ങര എൻ്റെ വീടിൻ്റെ അടുത്ത് ജയശ്രീയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ജയശ്രീനെ പലർക്കും ഓർമ്മയുണ്ടാവും. എൻ്റെ സ്റ്റുഡൻ്റാണ്, ഞാൻ ട്യൂഷൻ എടുത്തിട്ടുള്ള കുട്ടിയാണ്. ഇപ്പോൾ ബ്യൂട്ടി പാർലർ നടത്തുന്നു. ഞാനിവിടെ വന്നിട്ട് സ്പായൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജയശ്രീയുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ നമ്മളാണ് ഇവിടെ നിറഞ്ഞാടുന്നത്. ഇതുപോലെ പല വീടുകളുടെയും TV-യിൽ ഞങ്ങളുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് നമ്മൾ ജഗ്ഗുവിൻ്റെ അഡിനോയിഡിൻ്റെ വീഡിയോ ഇട്ടില്ലേ, ആ വീഡിയോ ഇട്ട് കഴിഞ്ഞതിൻ്റെ പിന്നാലെ എന്നെ എനിക്ക് ഫോൺ വിളിച്ചു. ആ വീഡിയോയിൽ ഈ ടോൺസിലൈറ്റിസിനൊക്കെ നല്ല മരുന്ന് അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ചേച്ചി, വിശ്വസിക്കാൻ കൊള്ളുമോ, നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു നല്ലതാണ്, നീ ധൈര്യമായിട്ടാണ് പൊക്കോ, തട്ടിപ്പൊന്നല്ല, പൊക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഇവളുടെ ഒരു വിവരമില്ല. ഞാൻ വെച്ചിട്ട് മാറിയില്ലായിരിക്കുമോ ദൈവമേ, ഇവളുടെ ഒരു അനക്കമില്ല വെച്ചിട്ട് ഇവൾക്ക് ഞാൻ വിളിച്ചു. എന്തായെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര അത്ഭുതം, മാറി അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു. ഹസ്ബൻഡിന് ഭയങ്കര ടോൺസിലൈറ്റിസ്, മണികണ്ഠൻ എന്നാണ് പേര്, ഭയം. അപ്പോൾ ആൾക്ക് മാറി എന്ന് പറഞ്ഞു. അപ്പോൾ ആള് തന്നെ പറയും. പറഞ്ഞോ, എങ്ങനെയായിരുന്നു ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ? അതായത് ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, പഴുക്കും തന്നെ. എന്നിട്ട് പിന്നെ ഒന്നും കഴിക്കണമെന്നില്ല, വെള്ളം ഇറക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ട്, വേദന. അപ്പം പിന്നെ ഡോക്ടർ കാണും, അപ്പോൾ ആൻറ്റിബയോട്ടിക് എഴുതും. അപ്പോൾ അത് കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ ഒരു 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ശമനം കിട്ടും. പിന്നെ വീണ്ടും അത് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ഒരാഴ്ച 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കില്ല, അത് പിന്നെ വീണ്ടും വരും. അങ്ങനെ ഇത് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുന്നത്. വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾ ആ അയ്യന്തോളം വഴിക്ക് എന്തോ ഒരു കാര്യത്തിന് പോയിട്ട് വരായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കത് നോക്കിയിട്ട് പരീക്ഷിച്ചിട്ട് പോവാം, എന്തായാലും ഇത്രയും കാലം ഇതൊക്കെ ചെയ്തതല്ലേ, എന്നിട്ട് മാറാണ്ട് ഇനിയിപ്പോൾ ഒരു പരീക്ഷണം കൊണ്ട് നടന്നുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ വേഗം ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അവിടെ വന്നപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞപ്പോൾ ആ മരുന്ന് ഞങ്ങൾ അതന്നെ ചോദിച്ചു. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അന്ന് എനിക്ക് ഉണ്ടായിരുന്നു സാധനം. ഇത് ഇങ്ങനെ അപ്പം ഞാൻ ഇത് നിങ്ങളുടെ വീഡിയോ കണ്ട് ഇത് കണ്ട സമയത്ത് എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇത് പോയത്
പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒന്നുകൂടി പഴുത്തു. അപ്പോൾ ഇതിൻ്റെ മൂർധന്യാവസ്ഥയിൽ തന്നെ ചെയ്തൊക്കെന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ കയറി കണ്ട് ഇത് വന്ന് ചെയ്തു, ഒരു തുള്ളി ഇട്ടു. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് 3 നേരം ചെയ്തു. കാലത്ത് ഉച്ചയ്ക്ക് മേടിച്ചു, 2 നേരം ഉച്ചയ്ക്കും വൈകിട്ടും ചെയ്തു. പിറ്റേ ദിവസം കാലത്താകുമ്പോഴേക്കും അത് ഉണങ്ങിയ പോലെ. പിന്നെ ഞാനത് 5 ദിവസം കറക്റ്റ് ചെയ്ത് അത് ചെയ്തു 3 നേരം. അപ്പോൾ ഇപ്പോൾ മാറിയ പോലെ ഫുള്ള് എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. ഇപ്പോൾ അത് ഏതാണ്ട് 1 വർഷത്തിന് മേലെ നമ്മൾ ആ വീഡിയോ ഇട്ടിട്ട്, അപ്പൊ അതിനുശേഷം പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ആ ബോട്ടില് കുഞ്ഞെ കുപ്പി മരുന്ന് മൊത്തം ഉപയോഗിച്ചു. മൊത്തം ഞാൻ മാറിയാലും അത് ഉപയോഗിച്ചു. അത് വേണ്ടായിരുന്നു, അത് എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. അല്ല, വേറെ ആർക്കെങ്കിലും ഉപയോഗിച്ചു. അപ്പൊ പിന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായി. പിന്നെ ഞാൻ ഡോക്ടർമാർ ഇതുവരെ കണ്ടിട്ടില്ല, ആന്റിബയോട്ടിക് കഴിച്ചിട്ടില്ല. പിന്നെ മാറി ഡോക്ടർമാരെ കണ്ട് നടക്കൽ തന്നെയായിരുന്നു. ഞാൻ ഒരു 10-20 വയസ്സ് തൊട്ട് തുടങ്ങിയിട്ടുള്ള ഈ പണി ഇങ്ങനെ ഇടയ്ക്ക് കാണില്ല. അങ്ങനെ അന്നൊക്കെ കുറച്ച് കാലയളവ് കൂടുതൽ കിട്ടായിരുന്നു. പ്രായം തോറും 2 പ്രാവശ്യമൊക്കെ വന്നു തുടങ്ങി. നല്ല ഗുണമുള്ള മരുന്നായിരുന്നു. എപ്പോഴും ഇവരും എല്ലാവരും പറയും ചേട്ടൻ കിടന്ന് ചുമക്കും ഇതൊക്കെ ആകുമ്പോ ഇപ്പൊ കൊറേ നാളായിട്ട് ശബ്ദമൊന്നും കേൾക്കണില്ലല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതന്നെ സംഭവം. ചെറിയ വീടിയാണ്ട് പിറ്റേ ദിവസം തന്നെ ഞങ്ങള് എത്തി. അന്ന് തന്നെ എത്തിയാ പിറ്റേ ദിവസമായിട്ട് എത്തി. എനിക്ക് ഈ പറഞ്ഞ പോലെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിച്ച് തണുത്തതെന്തെങ്കിലും കഴിക്കുക, ഐസ്ക്രീമൊക്കെ അടുപ്പിച്ച് കഴിച്ചാലാണ് എനിക്ക് പിറ്റേ ദിവസത്തേക്ക് അത് ബുദ്ധിമുട്ട് വരാം. അപ്പോൾ എനിക്കും വന്നപ്പോൾ ഡോക്ടർ ഒരു പ്രശ്നമില്ല അല്ലേ. എനിക്കും ഒരു വട്ടം ഞാൻ ഉപയോഗിച്ചോളൂ, എനിക്ക് ഒറ്റ വട്ടം ഉപയോഗിച്ചോളൂ ഇവിടെ പരത്തി. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക് അത് ഉള്ളിലേക്ക് ആക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു, എന്നാലും ഞാൻ ഉള്ളിലേക്ക് ആക്കി. ഡോക്ടർ ഈ മരുന്നിനെ ഒരു അത്ഭുത എന്താ പറയാ, അങ്ങനത്തെ ഒരു അങ്ങനെ പറയാ. കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല തന്നെയാണ്. കുട്ടികൾക്കൊക്കെ നല്ല അവിടെ ആദ്യം ഈ മരുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തുള്ളി കുട്ടികൾക്ക് ഇങ്ങനെ ആക്കി, കുട്ടികൾക്ക് ഒരു ബോട്ടിലൊന്നും ആവശ്യമില്ല. ഇത് 1000 രൂപയുടെ അടുത്ത് മരുന്നിന് വിലയും വരുന്നുണ്ടല്ലോ. പക്ഷെ കുപ്പിയാണ്. പക്ഷെ നമ്മൾ ഈ കാലങ്ങളായിട്ട് ഡോക്ടർമാരെ കാണുന്നതും ഈ ആന്റിബയോട്ടിക് കഴിക്കണതും ഈ വേദന സഹിക്കണമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് 1000 രൂപ ഒന്നുമല്ല. അതുകൊണ്ട് മാറിപ്പോയില്ലോ. അപ്പൊ കുട്ടികൾക്ക് അവിടെ എങ്ങനെയാ വെച്ചാൽ വരുന്നവർക്ക് ആക്കി കൊടുത്തിട്ട് പുട്ടും കടലയും കൊടുക്കുന്നു. കുറച്ചൊരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തന്നെ കുട്ടികളുടെ മാറുത്രേ അങ്ങനെ വിടുന്നു. പിന്നെ അവർക്ക് അത് വരില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് മരുന്ന് ആയിട്ട് ഡോക്ടർ പണ്ട് അങ്ങനെയായിരുന്നു ഇത്ര, ഇപ്പൊ പിന്നെ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മള് ഇതിപ്പോ ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്കിത് പറയാവുന്നതുള്ളൂ. പക്ഷെ എന്നാൽ ഇത് മാറിയിട്ടുള്ള ഒരാളുടെ മുഖത്ത് വായിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് കൂടുതൽ വിശ്വാസ്യതയും കൂടുതൽ ഇതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് വന്നതാ. തുന്തുരു വന്നിട്ടുണ്ട്, അപ്പോൾ അവരെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഇവരിവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതാട്ടാ. അപ്പം അങ്ങനെ അപ്പോൾ നമ്മൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം SBMൻ്റെ ഫാക്ടറിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മൈഗ്രിനോൾ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ടും കാണിക്കാൻ പറ്റുന്നൊരു പ്രോസസ്സല്ല. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണാം നമുക്ക്. പിന്നെ ഇപ്പോൾ 9ാമത്തെ ദിവസം ആയിട്ടുള്ള അത് അപ്പോഴും മുഴുവനായിട്ടില്ല, അത് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കാണാം. പിന്നെ എല്ലാം കഴിഞ്ഞിട്ടുള്ളതും കാണാം അല്ലേ. അതാണ് ഇപ്പോൾ തൽക്കാലം നമുക്ക് കാണിക്കാൻ നിർവാഹമുള്ളൂ. കാരണം സരിത പറയാറുണ്ടല്ലോ, ഓരോ വീഡിയോയിലും ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇത് ഇത്രയും വിശദമായി കാണിക്കണം, ഞങ്ങൾക്ക് അത് കാണേണ്ട ആവശ്യമില്ല. അതെ അതെ, ഇത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇത് തേങ്ങാപ്പാലും മരുന്നുകളുടെ നീരും കൂടി ചേർന്ന് അതിൽ നിന്ന് ഉരുകി വരുന്ന എണ്ണയാണ്. പിന്നെ ഒട്ടും തീ കൂട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ 11 ദിവസം എടുക്കുന്നത്. ഇന്നിപ്പോ 9ാമത്തെ ദിവസം നമുക്ക് കാണാം. അപ്പോഴും അത് ചെളിപ്പാകായിട്ടില്ല. ഇനി നാളെ മറ്റന്നാളാവുമ്പോഴേക്കാണ് അത് കറക്റ്റായിട്ട് എണ്ണയായിട്ട് അങ്ങ് വരുള്ളൂ. അതായത് ഒട്ടും വെളിച്ചെണ്ണ അതിൽ ചേർക്കില്ല നമ്മൾ. അപ്പൊ ഇൻഗ്രീഡിയൻസ് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പൊ 9ാമത്തെ ദിവസം എന്ന് പറഞ്ഞല്ലോ, ഈ 9ാമത്തെ ദിവസത്തിന് മുമ്പ് തന്നെ 3 ദിവസം മുമ്പ് നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. 7 ദിവസം കൊണ്ട് നിങ്ങളിത് ഉപയോഗിച്ചിട്ട് ഗുണം കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും വരണം, നമ്മുടെ ഹോസ്പിറ്റലിൽ വരണം. നമ്മളവിടെ ചില ഇലനീരുകളെ കൊണ്ടുള്ള നസ്യം ചെയ്യും. അതിനു മുമ്പ് സാധാരണ വേറെ ചില നസ്യങ്ങൾ തൈലങ്ങളെ കൊണ്ടും നെയ്യുകളെ കൊണ്ടൊക്കെ ഉള്ളവരെ പ്രകൃതിക്ക് അനുസരിച്ച് അങ്ങനത്തെ നസ്യം ചെയ്യും. പിന്നെ വയറിളക്കാൻ പറയും. തീർച്ചയായിട്ടും വയറിളക്കണം. കാരണം ഇപ്പൊ ഞാൻ മൈഗ്രെയിൻ എന്താണ് എങ്ങനെയാണെന്നുള്ളത് പറയാൻ നിന്നാൽ ചിലപ്പോൾ എല്ലാവർക്കും ബോറടിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കുറിച്ച് തന്നെ നമുക്ക് അത് എന്താണ് ഇത് വരാൻ കാരണമൊക്കെയുള്ള വീഡിയോ ഒക്കെ വേറെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഡോക്ടറുടെ ചാനലുണ്ട്, ഇട്ടിട്ടില്ല. അത് ഇടുമ്പോ എന്തായാലും ഒരു 1/2 മണിക്കൂർ വരും. എന്താണ് മൈഗ്രെയിൻ, എങ്ങനെയാണ് അതിന്റെ കാരണങ്ങൾ, എന്താണ്, എങ്ങനെയാണ് അത് എണ്ണ കൊണ്ട് മാറുന്നതെന്നുള്ള ഇതടക്കം നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും എങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഇൻഗ്രീഡിയൻസ് പറയാനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ കുറച്ച് നമ്മൾ കാട് കയറിപ്പോയി. അതെ,
അതിലുമുണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എണ്ണ 11 ദിവസത്തോളം വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 11 ദിവസത്തോളം എണ്ണ ആകാൻ വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇതിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. അതിന് 3 ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് 3 ദിവസം മുമ്പ് നമ്മൾ ഇതിന്റെ റോ മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിൽ കറ്റാർവാഴ കണ്ടില്ലേ. അപ്പൊ നമ്മൾ എണ്ണ ഇത് നിങ്ങൾക്ക് കാണുന്നതിന് ആളുകൾക്ക് കാണുന്നതിന് വേണ്ടി മാത്രം ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. കറ്റാർവാഴയുടെ നീര് അല്ലേ? ഈ കറ്റാർവാഴയുടെ നീരെടുക്കും ആദ്യം തന്നെ. അതെങ്ങനെയാണെങ്കിൽ ഈ കറ്റാർവാഴ സൈഡ് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് നുറുക്കി നെല്ലും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കും. അപ്പൊ അതിൽ നിന്ന് എന്നിട്ട് മുകളിൽ ഒരു ഇങ്ങനെ വലിയ അരിപ്പകൾ ഉണ്ടല്ലോ, അതിൽ വെച്ച് കഴിഞ്ഞാൽ അടി കൂടെ ചാറ് മാത്രം ഊറി വരും. അതിനൊട്ടും കൊഴുപ്പുണ്ടാവില്ല. കൊഴുപ്പില്ലാത്ത നീര് ഊറി വരും. ആ നീരില് ഈ ഉലുവ മുളപ്പിക്കും. ഉലുവ കുതിർത്തിട്ട് ഒരു ദിവസം മുഴുവനും ഈ കറ്റാർവാഴ ഉലുവ മുളച്ചതാണ്. അതെ അതെ, ഇതിന്റെ നീരിൽ മുളച്ചതാണ്. അത് മണം നോക്കി അറിയാം. കണ്ടാതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സാധാരണ ഉലുവ മുളയ്ക്കുമ്പോൾ നല്ല ഭംഗിയിലിരിക്കുന്നത് ഇതിരിക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഇതിന്റെ നീരില് ഇത് ഒരു ദിവസം കുതിർത്തി വെക്കും. ഒരു ദിവസം മുഴുവൻ 24 മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് പിന്നെ വേറെ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് അബ്സോർബ് ചെയ്യും നീര്. കറക്റ്റാണ്. ആ പാകത്തിനാണ് നീര് ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഉലുവ 2 ദിവസം മുളച്ചാൽ ഇങ്ങനെയാവും. അപ്പൊ നമ്മള് അത്രയും പ്രോസസ്സ്, അതായത് 11 ദിവസം എന്നാണെങ്കിൽ അതിന് 3 ദിവസം മുമ്പ് തന്നെ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇതെടുത്തിട്ടാണ് പിന്നെ ബാക്കി പ്രോസസ്സ് തുടങ്ങുന്നത്. 14 ദിവസം ആവാനായിട്ട്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് കൂവളമാണ്. കൂവളത്തിന്റെ ഇല, അതുപോലെ കരിനൊച്ചിയാണ്. ഇത് ഒറിജിനൽ കരിനൊച്ചിയാണ് കേട്ടോ. ഒടിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് വരുന്ന കരിനൊച്ചിയാണ്. പിന്നെ എല്ലാവർക്കും അറിയാതെ കഞ്ഞുണ്ണിയാണ്. പിന്നെ ശംഖുപുഷ്പമാണ്, നീല ശംഖുപുഷ്പം. അപ്പൊ ഇത്ര സാധനങ്ങളുടെ നീരെടുക്കും നമ്മൾ ആദ്യം. ഈ നീരെടുത്തിട്ട് ഇതേ സാധനങ്ങളുടെ ഇതിന്റെ നീരെടുക്കും. ഇല്ല, ഇത് അരച്ചു ചേർക്കും. ഇത് അരച്ചു ചേർക്കും, തേങ്ങാപ്പാലിൽ അരച്ചു ചേർക്കും. എന്നിട്ട് ഇതിന്റെ നീരെടുക്കും. പിന്നെ ഇത് തന്നെ ഉണക്കിയ ഇതിൽ തന്നെ കൂവളത്തിന്റെ ഇലയും കരിനൊച്ചിയും അതുപോലെ ശംഖുപുഷ്പവും ഉണക്കിയിട്ട് അതിന്റെ പൊടിയും ചേർക്കും, ചതച്ചത്. അത് നമ്മൾ ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ. ഇനിയിപ്പോ നമുക്ക് ഫാക്ടറിയുടെ ഉള്ളിലേക്ക് പോവാം. ഫാക്ടറിയുടെ ഉള്ളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ആയിട്ടുണ്ട്, കുറച്ച് റിനോവേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറെ നാളായിട്ട് ഞങ്ങൾ ഇവിടെ വരാതിരുന്നു. അതുകൊണ്ടായിരുന്നു. അപ്പൊ നമുക്ക് 9 ദിവസം എത്തിയിട്ടുള്ള എണ്ണ. നമ്മളിപ്പോ കിച്ചണിന്റെ ഭാഗത്തേക്ക് വന്നു കേട്ടാ. ഇവിടെ ആകെ മാറ്റം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കൂട്ടി, വെള്ള പെയിന്റ് അടിച്ചപ്പോ നല്ല വെളിച്ചമായി. ഇവിടെയൊക്കെ ഇങ്ങനെ ഗ്ലാസ് ഇട്ടു, ഇഷ്ടംപോലെ കാറ്റും വെളിച്ചവും കിടക്കും. അപ്പൊ ദേ നമ്മുടെ മൈഗ്രിനോളാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത്. കണ്ട എണ്ണ ഇന്നിപ്പോ എണ്ണ തെളിഞ്ഞു തുടങ്ങി. കണ്ടില്ലേ, ഇതിപ്പോ 2 ചരുവത്തിലാണ് ഇട്ടക്കുന്നത്. കാരണം ഇതില് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടായി വരുമ്പോ ഇതിന്റെ ഫുള്ള് ഉണ്ടായിരുന്നു. അതിങ്ങനെ വറ്റി 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 എണ്ണ തെളിഞ്ഞു വരികയാണ്. അപ്പൊ അതുകൊണ്ട് അതിലും അതുപോലെ തന്നെ 2 ചരുവ ഇട്ടാലാ നമുക്ക് ഇത് രണ്ടും കൂടി ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഒരു 50 ലിറ്റർ ഒക്കെ കിട്ടുള്ളൂ. മാക്സിമം അത്രേ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഭാഗത്ത് ഇട്ടേക്കുന്നത്. ഇതിൽ ചതച്ച് ഇട്ടിട്ട് തിള വരുന്നുണ്ട്. അത്രയും ചെറിയ തീയിൽ മതി. ഇവതുമ്പോ തൊടുമ്പോ ഒരു ചൂടുകൂലി കണ്ട പിടിച്ചിക്കാം. പക്ഷെ തിളക്കണ പക്ഷെ തിളച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും നേരിയൊരു തിളയ്ക്കാനുള്ള ഒരു ചൂടാ പാടുള്ളത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ. അപ്പോൾ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്നുകളും അതുപോലെ തന്നെ തേങ്ങാപ്പാലും കൂടി ചേർന്ന് അതിങ്ങനെ ചെറിയ തീയിൽ വെന്ത് 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 ഇതിന്റെ ഉള്ളിൽ നിന്ന് എണ്ണ വരുന്നതാണ്. അപ്പോഴാണ് ശരിക്കുള്ള ഗുണം വരുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തും അതുപോലെ അതെ സെയിം. ചൂടില്ല ഇവിടെ ചൂടില്ല, തിളക്കുന്നുണ്ട്. ഇത് ഇളക്കണ്ടേ? തിളക്കുന്നുണ്ട്. ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഇതുപോലെ 3 ദിവസം കൂടി തിളക്കണം. ഇനി ഇതൊരു 9ാമത്തെ ദിവസം 10-11ാമത്തെ ദിവസം ആവുമ്പോഴേക്കും ആവും. മറ്റന്നാളാവുമ്പോഴേക്കും ആവും. അടുത്തായിട്ട് നമ്മൾ ടോൺസിലോളിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ കാണാൻ പോണത്. ടോൺസിലോൾ നമ്മൾ ഇവിടെ എല്ലാം ഉണ്ടാക്കുന്നത്. ഇത് സിദ്ധവൈദ്യന്മാരുടെ കുഴിത്തൈല മുറയിൽ ഉണ്ടാക്കുന്ന ഒരു തൈലാണ്. അപ്പോൾ ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ ഫാക്ടറിയിലാണ് ഇപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഈ കുഴിത്തൈലത്തിൽ വരുന്ന സംഗതികൾ, കുഴിത്തൈലം എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് ഒരു ദിവസം വേണമെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ഉണ്ടാക്കുന്ന ദിവസം ഷൂട്ട് ചെയ്യാം. അതൊരു ഇതിപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ മരുന്നുകളുടെയൊക്കെ നീരെടുത്ത് തേങ്ങാപ്പാൽ ചേർത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊറി വരുന്ന എണ്ണയാണ്. അതുകൊണ്ടാണ് ഇത്ര വില കൂടി വരുന്നതെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് കുഴിത്തൈലം എന്ന് പറഞ്ഞാൽ വലിയ മണ്ണിൻ്റെ ഭരണിയിൽ ഭൂമിക്കടിയിൽ അത് ഈ മരുന്നുകളൊക്കെ കൂടി കുഴിച്ചിട്ട് ചുറ്റും 4 ചുറ്റും തീയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊറി വരുന്ന എണ്ണയാണ് അത്. അതുകൊണ്ടാണ് അത് ഈ
പുറത്ത് പുരട്ടിയാൽ തന്നെ 1 മണിക്കൂർ കൊണ്ട് സാധാരണ ചെറിയ രീതിയിലുള്ള വൈറസ് കൊണ്ട് ഉണ്ടാകുന്ന ടോൺസിലൈറ്റിസ് ആണെങ്കിൽ മാറുന്നത്. ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ് ആണെങ്കിൽ കുറച്ച് സമയം പിടിക്കും. നല്ല പഴുത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരാഴ്ച ഒക്കെ തേക്കേണ്ടി വരാറുണ്ട് കേട്ടോ, ചിലർക്ക് 2 ആഴ്ചയൊക്കെ തേക്കേണ്ടി വരാറുണ്ട്. സാധാരണ വൈറസ് കൊണ്ട് ഉണ്ടാവുന്നപ്പോൾ നമ്മൾ രാത്രി തണുത്ത വെള്ളം കുടിച്ചു അല്ലെങ്കിൽ മഴയത്ത് നിന്നു, അപ്പം ടോൺസിലൈറ്റിസ് ഉണ്ടാവില്ലേ, അങ്ങനത്തതിനൊക്കെ നിങ്ങൾക്ക് തന്നെ അനുഭവമാണല്ലോ. പുറമേ 2 ഭാഗത്തും പരട്ടുക, നെറുകയിൽ പരട്ടുക മാത്രം മതി. പിന്നെ ഇത്തിരി വേദനയൊക്കെ ഉണ്ട് തൊണ്ടയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം കയ്യിലെടുത്തിട്ട് ഉള്ളിലും പരട്ടി കൊടുക്കാം. ഏത് ഭാഗത്താണ് ഇൻഫെക്ഷൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ പരട്ടി കൊടുക്കാം. അപ്പം അതിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഭയങ്കര വില കൂടിയ സാധനങ്ങളാണ്. വേറെ ഇപ്പൊ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അങ്ങനത്തെ ഒന്നുമില്ല. ഇതിന്റെ ഉള്ളിൽ നിന്ന് അടങ്ങിയ എണ്ണയാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനെല്ലാത്തിലുള്ള എണ്ണകളുണ്ട്. നമുക്ക് ഊഹിക്കത് എത്ര സാധനം ഉണ്ടാവും, ഒരു തുള്ളി കിട്ടുക. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ അതിനൊരു അതുകൊണ്ടാണ് അതിന് ആ സ്മെല്ല്. പലരും പറയും അതിന്റെ മണം മാറ്റാൻ പറ്റുമെന്ന്. പറ്റില്ല, മണം മാറ്റി അതിന്റെ ഇഫക്റ്റ് പോയി. എന്റെ ദൈവമേ, കയ്പും എനിക്ക് സഹിക്കാൻ പറ്റണില്ല. പക്ഷെ അതൊരൊറ്റ പ്രാവശ്യമാണ് ഉപയോഗിക്കേണ്ടത്. അത്രയ്ക്ക് അതാ ഞാൻ പറഞ്ഞത്, ഇത്ര മാജിക്കൽ ആയിട്ടുള്ള ഇഫക്റ്റ് ഉള്ള പല സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മള് എനിക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ തോന്നാ. ഇതൊന്നും ഒരു വട്ടം എനിക്ക് വന്നു കഴിഞ്ഞാൽ അയ്യോ പറയുന്നതേ കൊതിയാന്ന് പറയില്ലേ. അയ്യോ അതാരോ അസുഖം വന്ന അത് വേണമെങ്കിൽ വെറുതെ ഉപയോഗിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ചൂടാണ്, ഒന്നുമില്ല, ഒരു പ്രശ്നം വരാനില്ല. നമ്മൾ ഈ 6 മാസം 8 മാസമായ കുഞ്ഞുങ്ങൾക്ക് പോലും പുറത്ത് പരട്ടി കൊടുക്കുകയും വായുടെ ഉള്ളിൽ തേച്ച് കൊടുക്കുകയും ചെയ്യുന്നതാ. ഇതൊക്കെ ഇങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള സിദ്ധന്മാര് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതല്ലേ, നമ്മൾ കണ്ടുപിടിച്ചതൊന്നുമല്ലല്ലോ ഇത്. എത്രയോ ജനറേഷൻസ് ആയിട്ട് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിച്ച് അതിന്റെ ഫലം കിട്ടിയതാണ്. അപ്പൊ അതിനൊന്നും ഒരു തരത്തിലും ഒരു ഒന്നും ഉണ്ടാവാൻ പോണില്ല. ഒരു സംശയവും അതിന്റെ പേരിൽ വേണ്ട നമുക്ക്. ഇതൊക്കെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതൊന്നും പെട്ടെന്ന് അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. ഇതിൽ ആളുകൾക്ക് അറിയാവുന്നത് ചുക്ക്, കുരുമുളക്, തിപ്പലിയാണ്. ഇങ്ങനെയുള്ള ഈ സാധനങ്ങളൊക്കെ ചേർത്ത് ഇതുപോലെ ഇങ്ങനെ എന്താ പറയാ, തീയൊക്കെ ഇട്ട് ഇതിൽ നിന്നുള്ള എണ്ണ ഇങ്ങനെ വാറ്റിയെടുത്ത് അതിങ്ങനെ ഉപയോഗിച്ച് ഈ ടോൺസിലൈറ്റിസ് മാറുന്ന ഇങ്ങനെ ഇവർക്ക് മനസ്സിലായോണേ. അതല്ലേ ഋഷീശ്വരന്മാരുണ്ടാക്കിയതാണ് ഇതെന്നൊക്കെ പറയുന്നത്. അത് വയമ്പാണ്, ഇത് കൊട്ടം. അതിന്റെ മണം നോക്കാം. കൊട്ടം ഇതൊക്കെ നന്നായി ശ്വസിച്ചാൽ തന്നെ അസുഖം പോകും. അരോമ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായം ഉണ്ട്, അറിയാലോ. മണങ്ങളെ കൊണ്ട് ചികിത്സിക്കുന്നതാണ് അരോമ എന്ന് പറഞ്ഞാൽ സ്മെൽ. ഗന്ധം കൊണ്ട് ചികിത്സിക്കുന്നതാണ് അരോമ തെറാപ്പി. ഇതിലെ ഇപ്പം ഈ വയമ്പില്ലേ, മൂക്കിൽ മണം വരാത്ത കുറേ ആൾക്കാരുണ്ട്. അതിൽ ഈ ഓൾഫാക്ടറി നെർവ്സിനൊക്കെ കംപ്ലയിൻസ് വന്നിട്ടൊക്കെ ഉണ്ടാവാം പലർക്കും. പിന്നെ ഉള്ളിലുള്ള മ്യൂക്കസ് ലൈനിങ്ങിന് ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. അത് ഈ വയമ്പ് വെറുതെ കത്തിക്കുക, തീയിൽ കാണിച്ചിട്ട് കത്തിച്ചിട്ട് അപ്പോൾ പുക വരില്ലേ, കത്തിച്ച് കഴിഞ്ഞ് കിടത്തുമ്പോൾ ആ പുക വരില്ലേ, ആ പുക ശ്വസിച്ചാൽ മതി. 4-5 ദിവസം ചെയ്യുമ്പോഴേക്കും മണം കൃത്യമായിട്ട് കോവിഡ് വന്നവർക്കല്ലേ മണം. അത് ആ മണം പോയ സമയത്തൊക്കെ ഞാൻ എത്രയോ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നറിയോ ഈ പ്രയോഗം. മുഞ്ഞയുടെ ഇല മണത്താലും അപ്പോൾ വരും, പിന്നെ അത് അപ്പം തന്നെ പോകും. ഇതങ്ങനെയല്ല, 5 ദിവസം ചെയ്യുമ്പോഴേക്കും നമുക്ക് സ്മെല്ല് തിരിച്ചു വരും. അപ്പോൾ ഇതല്ല, ഇത് കൂടാതെയുള്ള കുറച്ചും കൂടി രഹസ്യ കൂട്ടുകൾ വേറെ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുഴിത്തൈലാണ് ഉണ്ടാക്കുക. കുഴിത്തൈൽ ഉണ്ടാക്കുന്നത് ഡോക്ടർ പറഞ്ഞല്ലോ, അത് ഇവിടെയല്ല, തമിഴ്നാട്ടിൽ നമ്മുടെ ഫാക്ടറിയിലാണ് അത് അവിടെ ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അതിപ്പോ കാണിക്കുന്നില്ല. അപ്പൊ അതും കൂടി ഇൻഗ്രീഡിയൻസ് പറഞ്ഞു എന്ന് മാത്രം ഇതിന്റെ കൂടെ കേട്ടാ. അതെ. പിന്നെ ഇങ്ങനെ ഒരു മരുന്നേ ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ടോൺസിലൈറ്റിസ് അത് ഉള്ള ആളുകൾക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എനിക്ക് സ്ഥിരമായിട്ട് ടോൺസിലൈറ്റിസ് ആയിരുന്നു. എൻ്റെ അച്ഛന് എന്നെ ഇവിടെ ഒരു ENT സർജറി ഉണ്ടായിരുന്നു തൃശ്ശൂർ ചെമ്പുക്കാവിൻ്റെ അടുത്ത്. ആളുടെ അടുത്തേക്ക് എല്ലാ ആഴ്ചയും കൊണ്ടുവന്നിരുന്നു എന്നെ. ഇടയ്ക്കിടയ്ക്ക് വരും, എന്നിട്ട് സർജറി ചെയ്യാമെന്ന് പറഞ്ഞതാ. പക്ഷേ അച്ഛൻ പ്രകൃതി ചികിത്സ, അച്ഛന് നല്ല ആയുർവേദം നല്ല ധാരണയുണ്ടായിരുന്നു, എഞ്ചിനീയർ ആയിരുന്നിരുന്നാലും. പക്ഷേ അച്ഛൻ പ്രകൃതി ചികിത്സകനായത് തന്നെ എൻ്റെ ടോൺസിലൈറ്റിസ് മാറ്റാനാണ്. അങ്ങനെ പ്രകൃതി ചികിത്സ കൊണ്ടാണ് എൻ്റെ ടോൺസിലൈറ്റിസ് മാറിപ്പോയത്. അതിന് കണ്ടമാന കാലം എന്നെ പട്ടിണി എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് ഞാൻ പറഞ്ഞല്ലോ 10 വയസ്സുള്ളപ്പോൾ ഏതാണ്ട് 70-75 കിലോ തൂക്കണ്ട് എനിക്ക്. ഭയങ്കര വണ്ണായിരുന്നു. എൻ്റെ പേരെന്നെ ആനച്ചിരി മന്തിച്ചിരി എന്നൊക്കെ ആയിരുന്നു. ചിരിന്ന് വീട്ടിൽ വിളിക്കണ പേര് ആനച്ചിരി മന്തിച്ചിരി എന്നൊക്കെ വിളിച്ചായിരുന്നു. ആ വണ്ണം കുറഞ്ഞത് അച്ഛൻ്റെ പ്രകൃതി ചികിത്സ കൊണ്ടാ. പക്ഷെ അതോടുകൂടി ടോൺസിലൈറ്റിസ് മാറിപ്പോയിട്ടാ. അപ്പൊ ഞങ്ങള് ഡോക്ടർ അവിടെ പോരാണ്. നമ്മൾ മുന്നേ വരുമ്പോ ഇതിലൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. ഇത് ലീക്കായിട്ട് ഇട്ടാക്കായിരുന്നു. ഇപ്പൊ ലീക്കൊക്കെ തീർത്തതേ, വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. കായാമ്പൂ, ഇത് കരിമരം, ഇത് കരിമരം, തിരുവാതിരയുടെ കരിമരം. അതാണ് കായാമ്പൂ അല്ലേ?
വിടരും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നീലപ്പൂക്കൾ കമലദളം കവിളിൽ കായാകുമ്പോ പൂക്കുമ്പോ വരെ ആ അതിന്റെ അടിയിൽ ഓറഞ്ച് പാരിജാതം അതല്ലേ പാരിജാതം ആ പാരിജാതം പൂത്തുണ്ടല്ലോ. ഈ പറമ്പിൽ കൂടെ നടന്നാ നമുക്ക് കൊറേ പാട്ടുകൾ വരും. സരിത പാരിജാതം പൂത്തോണ്ട് നോക്കി നല്ല ഭംഗി. വാ, ആരും കണ്ടിട്ടില്ല. ചേട്ടൻ പാടിക്കോ പാരിജാതം. പാരിജാതം. അയ്യോ ഇവിടെ പുല്ല് വെച്ചിരിക്കുക. എന്തിട്ടാന്ന് കമ്പിയിലെ പാരിജാതത്തിന്റെ പൂവ് കാണിച്ചു തരാൻ പോകണ അല്ലേ? അപ്പൊ പാരിജാതം പൂത്തിട്ടില്ലേ? ഇതേതാ? ഇത് മഞ്ഞപ്പൂ. ആ അപ്പൊ പാരിജാതം അല്ലേട്ടാ. നല്ല ഭംഗിയുള്ളൊരു മഞ്ഞപ്പൂ അല്ലേ? നല്ല നൂല് പോലെ. അപ്പൊ തോറ്റു, ഞാൻ തോറ്റു. അതിന്റെ അപ്പുറത്താണ് പാരിജാതം. അതിങ്ങനെ മോളിൽ ഇതിന്റെ മഞ്ഞപ്പൂ കണ്ട ചേട്ടാ, അതാ ചേട്ടാ പാരിജാതം. ഞാൻ പാരിജാതം ഇവിടെ നിന്നിട്ടല്ലേ പാടിയത്. പുല്ല് വെച്ചതാടാ, അതൊക്കെ ദേ പോണു. പാവം ഇവിടെയൊക്കെ പുല്ല് പിടിപ്പിച്ച് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ആക്കി വരികയാണ്. നമ്മൾ കുറെ നാൾ കഴിഞ്ഞ് വരുമ്പോഴത്തേ ഇവിടെയൊക്കെ പടർന്നത് നല്ല ഭംഗിയാവും. പാരിജാത പാടണ്ടേ? പാരിജാതം പാടിക്ക. പാരിജാതം തിരുമിഴി തുറന്നു പവിഴ മുന്തിരി പൂത്തു വിടർന്നു നീലോൽപ അല്ല പാരിജാതല്ല, കായാമ്പൂ. കായാമ്പൂ. ആ പാട്ട് ചേട്ടന് ഇഷ്ടമില്ലല്ലോ. ആ പാട്ട് ചേട്ടന് ഇഷ്ടമില്ലല്ലോ. കായാമ്പൂ എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് അത്ര വലിയ ഇവിടത്തില്ല. എനിക്ക് നല്ല ഇഷ്ടമാണ്. പാടിക്ക. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും. അടുത്ത പരിപാടിയല്ലേ? അടുത്ത പരിപാടി കോപ്പിറൈറ്റ് അടിക്കും. അപ്പം എന്നിട്ട് വേണ്ടേ? മതി. ഇവിടെ വന്നാലേ നമ്മൾ ഇങ്ങനെ പാട്ടുകൾ പാടാൻ തോന്നും. ഓരോ മരത്തിൻ്റെ പാരിജാതത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് തന്നെ പാരിജാത്, ദേവദാരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ ദേവദാരു പൂ, അങ്ങനെ 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 നമുക്ക് ഓരോ പാട്ടുകൾ ഇങ്ങനെ വരും. നിറയെ ഔഷധ ചെടികളാണല്ലോ. ചെടികൾ തന്നെ. അപ്പോൾ മൈഗ്രീനോൾ ടോൺസിലോൾ എന്ന് പറഞ്ഞ 2 അത്ഭുത സിദ്ധിയുള്ള മരുന്നുകളെ കുറിച്ചിട്ടായിരുന്നു ഈ വീഡിയോ. ഈ വീഡിയോ കാണുമ്പോൾ ഈ 2 അസുഖങ്ങളുള്ളവരും അല്ലെങ്കിൽ വേറെ കുറേ അസുഖങ്ങളുള്ളവർക്കൊക്കെ കുറേ സംശയങ്ങൾ വരുന്നുണ്ടായിരിക്കും. ഇതിന് താഴെ കമൻ്റ് ഇട്ടിട്ട് യാതൊരു കാര്യമില്ല, ഞങ്ങൾക്കൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. അതുകൊണ്ട് ഇവിടെ തന്നിട്ടുള്ള നമ്പറില്ലേ, SBMൻ്റെ നമ്പർ, ഈ നമ്പറിൽ കയറി കഴിഞ്ഞിട്ട് അവർക്ക് വിളിച്ചു ചോദിച്ചാൽ മതി കേട്ടോ. എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് അറിയാൻ പറ്റും. അല്ല അതന്നെ. അപ്പോൾ ഇനിയിപ്പോൾ അസുഖങ്ങൾ ഇവിടുത്തെ മരുന്നുകൾ കഴിച്ചിട്ട് മാറാത്തവരായാലും അവിടെ വിളിച്ച് പറയണം കേട്ടോ. അപ്പോൾ മാറാത്തവർക്കുള്ള മരുന്നുകളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവാണ്.